കർത്താവിൻ്റെ നാമത്തെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ മാറ്റമില്ലാത്ത വചനം, പര്യാപ്തമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഉയർത്തി നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന ഈ ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് നമുക്ക് വളരെ പരിചയമുള്ള വിഷയമാണ്, നമുക്ക് പരിചയമുള്ള പാസേജുമാണ്. എന്നാൽ എൻ്റെ ഹൃദയത്തിലെ ഒരു ഭാരം, എൻ്റെ ഹൃദയത്തിൽ ഒരു വേദന, അതാണ് ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 23 തൊട്ട് 3-21 വരെയുള്ള നീണ്ട പാസേജ്, 2-23 തൊട്ട് 3-21 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമയം നമുക്ക് ഈ എല്ലാ വാക്യങ്ങളും അത് വ്യാഖ്യാനിക്കാൻ അനുവദിക്കുന്നില്ല. എന്നാൽ എൻ്റെ ഈ മെസ്സേജ് ഈ പറയുന്ന പാസേജിനോട് ബന്ധപ്പെട്ടിരിക്കും. അത് മറ്റൊന്നുമല്ല, ദ നെസസിറ്റി ഓഫ് ന്യൂ ബർത്ത് ഇൻ പെന്റിക്കോസ്റ്റൽ ചർച്ചസ്. പെന്തക്കോസ് സഭകളിൽ വീണ്ടും ജനനത്തിൻ്റെ ആവശ്യകത എന്നുള്ള വിഷയമാണ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ചത്. അപ്പോൾ ഉടനെ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, നമുക്കിതറിയാമല്ലോ എന്ന് ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഈ കർത്താവ് നിക്കോദിമോസിനോട് ഈ കാര്യം സംസാരിക്കുമ്പോൾ 3-7 വായിക്കുന്നത്, താൻ ഇത് കേട്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ഹി വാസ് സർപ്രൈസ്ഡ്. പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കർത്താവ് ഇങ്ങനെ പുള്ളിയോട് പറയുന്നത്. 3-7 നോക്കിക്കേ, പറയാണ്, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. ഡു നോട്ട് ബി സർപ്രൈസ്ഡ്. ഹി വാസ് ടേക്കൻ ഇൻ ടു സർപ്രൈസ്. എന്താ ആശ്ചര്യപ്പെടാൻ കാര്യം? കാരണം പുള്ളി വിചാരിച്ച് ഈസ് ഓൾറെഡി ഇൻ, ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് വിചാരിച്ചത്. എനിക്കിതറിയാം എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ക്രൈസ്റ്റ്, കർത്താവ് അവനോട് പറയുക, ഇറ്റ് ഈസ് അബൌട്ട് യു. നീ വീണ്ടും ജനിക്കണം. ദാറ്റ് ഐ സെഡ് ടു യു, പേഴ്സണലി പറയുക. അപ്പം അതുകൊണ്ട് താൻ അമേസ്ഡ് ആയിപ്പോയി. ഇപ്പം പെന്തക്കോസ് സഭയിൽ വീണ്ടും ജനനം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ബ്രദറെ, പെന്തക്കോസ് സഭയിൽ വീണ്ടും ജനനം ആവശ്യമുണ്ടോ? എല്ലാവരും ദൈവമക്കളല്ലേ എന്ന് ചിന്ത വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിചയമുള്ളതായതുകൊണ്ട് നമ്മൾ അങ്ങനെ ധരിക്കരുത്. ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്താനും നമ്മുടെ ഹൃദയത്തിൻ്റെ കൺവിക്ഷൻ നൽകാനുമാണല്ലോ കർത്താവിൻ്റെ വചനം പ്രധാനപ്പെട്ട് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ വചനം അതുപോലെ നമ്മളോട് ഇടപെടട്ടെ. 23-ാമത്തെ വാക്യം, 2-23. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അവിടുന്ന് തുടങ്ങിയത് പാസേജ്? എന്തുകൊണ്ട് അവിടുന്ന് തുടങ്ങാൻ കാരണം, 24-25 വാക്യം നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ മനുഷ്യൻ എന്നുള്ള വേർഡ് റിപ്പീറ്റ് ആവുന്നുണ്ട്. അതേ ചിന്തയാണ് 3-1, 24-25 നമുക്കൊന്ന് വായിക്കാം. അവിടെ യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. മനുഷ്യനുള്ളത് എന്ത് എന്ന് സ്വതവേ അറിയാൻ തനിക്ക് മനുഷ്യനിലുള്ളത് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് യോഹന്നാൻ 3-1 പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ് എന്ന് പേരുള്ള മനുഷ്യൻ. അപ്പോൾ ആ ട്രെയിൻ ഓഫ് തോട്ട്സ്, അല്ലെങ്കിൽ ആ പറയുന്ന കാര്യത്തെ തുടരുകയാണ്. നമുക്ക് എങ്ങനോ 3-ാമത്തെ ചാപ്റ്റർ ഒരു തടസ്സമായി വന്നു. ഇതൊക്കെ പിന്നെ വന്നതാണ് ഈ ചാപ്റ്റർ ഡിവിഷനൊക്കെ. പക്ഷെ യോഹന്നാന് ചാപ്റ്റർ ഡിവിഷൻ ഒന്നും ഇല്ലാതാണ് താൻ ലേഖനം എഴുതിയത്, ഈ സുവിശേഷം എഴുതിയത്. അപ്പം ഈ എല്ലാ മനുഷ്യനെയും അറിയാം, മനുഷ്യൻ എന്ത് എന്നുള്ളത് അറിയാം. എന്നിട്ട് 3-ാമത്തെ അധ്യായത്തിൽ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുക. ഓക്കെ, നിങ്ങൾക്ക് ആശയം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം 2-23 തൊട്ട് ആണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എടുത്തത്.
ഓക്കെ, 23-ാമത്തെ 2:23 നോക്കിക്കേ പ്രിയരെ. അവിടെ കൊടുത്തിരിക്കുന്ന കാര്യം, പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. അപ്പൊ കർത്താവ് അടയാളം ചെയ്തു എന്ന് യോഹന്നാൻ പറയുക. അപ്പൊ എന്തിനാണ് കർത്താവ് അടയാളം ചെയ്തത്? അതിനെ യോഹന്നാൻ തന്നെ മറുപടി പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ടെക്സ്റ്റിലേക്ക് വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം, അതിൻ്റെ 30-31 വാക്യങ്ങൾ, പ്രത്യേകിച്ച് 31-ാമത്തെ വാക്യം. കർത്താവ് 30-ാമത്തെ വാക്യം, അനേക അടയാളങ്ങൾ കർത്താവ് ചെയ്തു എന്ന് യോഹന്നാൻ പറയുന്നത് 31-ാമത്തെ വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കും. ഓക്കെ, അപ്പം സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശവും കർത്താവ് അടയാളം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശമാണ് ഇവിടെ പറയുന്നത്. എന്തിനാ കർത്താവ് അടയാളം ചെയ്തത്? ടു ബിലീവ് ദാറ്റ് ദിസ് ജീസസ്, ഈ യേശു പഴയ നിയമത്തിൽ പ്രവചിച്ചതും പ്രോമിസ് ചെയ്ത മെഷിയയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഏത്? ഈ യേശു. ദിസ് ജീസസ് ഇസ് ദ മെസ്സയ. മെഷിയയാണെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്നിട്ട് അതിന് ശേഷം അടുത്ത് പറയുന്നത്, വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബിലീവിങ്, അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ അത് കണ്ടിന്യൂസ് ടെൻസ എന്ന് പറഞ്ഞാൽ ഇത് കേവലം ഒരിക്കൽ നടക്കുന്ന സംഭവമല്ല, അതൊരിക്കൽ നടക്കണം, അപ്പോൾ തന്നെ അത് തുടർമാനമായി കണ്ടിന്യൂസ് ആയി നടക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം ഇവന്റ് ബട്ട് എ കണ്ടിന്യൂവൽ എൻഡ്യൂറിങ് പ്രോസസ്. അപ്പോൾ ഒരിക്കൽ ഞാൻ വിശ്വസിച്ചു, ഓക്കെ, ഒരിക്കൽ വിശ്വസിച്ചു, അത് തുടർമാനമായി വിശ്വസിക്കണം കർത്താവിൽ. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന എന്താണ്? വിശ്വസിക്കുകയും കണ്ടിന്യൂലായി എൻഡ്യൂറായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് ജീവൻ ഉണ്ടാകേണ്ടതിനും. സോയ് എന്ന് പറഞ്ഞാൽ നിത്യജീവൻ, ക്വാളിറ്റി ലൈഫ്, ദൈവത്തിൻ്റെ ജീവൻ. അപ്പൊ കർത്താവ് അടയാളം ചെയ്തത് ജീസസ് ആരാ എന്ന് ജനമറിയാൻ വേണ്ടിയാ. ഈ ജീസസ് ആണ് മെസ്സയ. ഈ ജീസസ് ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ ജീസസിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് സോയ്, നിത്യജീവൻ ഉണ്ട്. അതിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥമായ രക്ഷിക്കുന്ന വിശ്വാസം അത് ഓൺഗോയിങ് ആണ്, അത് തുടർമാനമായി നടക്കുന്ന ഒരു വൺ ടൈം ഇവന്റ് അല്ല. യഥാർത്ഥമായ രക്ഷിക്കുന്ന വിശ്വാസം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ ടൈം ഇവന്റ് ബട്ട് ഇറ്റ്സ് ആൻ ഓൺഗോയിങ് നേച്ചർ ഓഫ് ബിലീഫ്. ഓക്കെ, ഇനി മടങ്ങി നമുക്ക് യോഹന്നാൻ 2-ാം അധ്യായത്തിലേക്ക് വരാം. നമ്മുടെ ആ കുറിവാക്യത്തിൽ ഈ 2:23. അപ്പോൾ പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ. അപ്പോൾ മനസ്സിലായല്ലോ എന്തിനാ കർത്താവ് അടയാളം ചെയ്തതെന്ന്. ജീസസ് എന്ന പേഴ്സണെ നാം അറിയണം. അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. എന്നിട്ട് അടുത്ത വാക്ക് നോക്കിക്ക്, 24-ാമത്തെ വാക്ക്, യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. ഈ 24-25-ാമത്തെ വാക്യം ഇല്ലായിരുന്നെങ്കിലേ ഞാൻ ചിന്തിച്ചു പോയന്, അയ്യോ, അപ്പോ ഒത്തിരി പേര് വിശ്വസിച്ചു യെരുശലേമിൽ. 23-24 വാക്യം എന്നെ അത്ഭുതപ്പെടുത്തുകയാ. യേശുവിനെ വിശ്വസിച്ച പലരെയും യേശു വിശ്വസിച്ചില്ല. യേശു അവരുടെ വിശ്വാസം നോക്കിയപ്പോൾ കോൺഫിഡൻ്റ് ഇല്ല. ജീസസിന് ഒരു കോൺഫിഡൻ്റ് ഇല്ല അവരുടെ വിശ്വാസം കണ്ടിട്ട്. അവരുടെ ഫെയ്ത്ത് കണ്ടിട്ട് ജീസസ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല, ഇൻട്രസ്റ്റ് ചെയ്യുന്നില്ല. എന്താ അതിന് കാരണം? അവരുടെ വിശ്വാസത്തിൽ എന്തോ ഇൻആഡ്യൂക്കേറ്റ് ആയിട്ട്
കർത്താവിന് പ്രസാദമല്ലാത്ത എന്തോ ഉള്ളത് കൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഏൽപ്പിച്ചു കൊടുക്കാഞ്ഞത്, അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാൻ. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വന്നേ. 4-ാം അധ്യായത്തിൽ ടോട്ടലി ഡിഫറെന്റ് സീനാ. 4-ാം അധ്യായത്തിൽ കർത്താവ് വിശ്വസിച്ച് ഏൽപ്പിച്ച് കൊടുക്കുക. നോക്കിക്കേ, 4-ാം അധ്യായം അതിൻ്റെ 39-40 വാക്യം, ചാപ്റ്റർ 4 വേഴ്സസ് 39 and 40. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? 39 and 40. ഞാൻ ചെയ്തതൊക്കെ അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോട് കൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. അടുത്തത്, ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷിയായി ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കെ എന്ന് സ്ത്രീയോട് പറഞ്ഞു. അവിടെ കണ്ടോ, ആ ഒന്നാമത്തെ ഗ്രൂപ്പ് പോലല്ല ഇവിടെ. ഇവിടെ കർത്താവ് വിശ്വസിച്ച് ഏൽപ്പിക്കുക. അവർ വന്നിട്ട് പറയുക, അപേക്ഷിക്കുക, 2 ദിവസം ഇവിടെ നിൽക്കാമോ? കർത്താവ് ഓക്കെ, റെഡി, ഐ ആം ദെയർ പറയും. എന്താ കാരണം? ആ 39-ാമത്തെ വാക്ക്, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ അവരോട് പറഞ്ഞു. നോക്കിക്കേ, ഈ കൺവെർസേഷനിൽ എന്തൊക്കെ കാര്യം കർത്താവ് ഈ സ്ത്രീയോട് പറഞ്ഞു. അതൊന്നുമല്ല ഇവൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇവൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തോ അറിയോ? എൻ്റെ പാപത്തെ, ഞാൻ ചെയ്തതിനെ ഈ മെഷിയ ചൂണ്ടിക്കാണിച്ചു. അവളുടെ സാക്ഷിയാണ് ഇന്നത്തെ സാക്ഷ്യം. ഇന്ന് നമ്മൾ പെന്തക്കോസ്തുകാരുടെ സാക്ഷ്യവും ഈ സാക്ഷ്യം കൂടെ എനിക്കങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ഇന്ന് പലരും രക്ഷയുടെ കാര്യം സാക്ഷ്യമായിട്ട് പറയുമ്പോൾ പറയുന്നത് എന്തോ അറിയോ? ഈ ഭൗതികമായിരിക്കുന്ന അഭിവൃദ്ധിയെ കുറിച്ച് സാക്ഷ്യം പറയട്ടെ, ഞങ്ങൾ കർത്താവിൽ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കേട്ടോ. അപ്പം ഈ കാര്യം കേൾക്കുന്നില്ല. ഇവള് പറഞ്ഞ എന്തുവാ? ഞാൻ ചെയ്തതെല്ലാം ഇത് ഇവർക്ക് ഭയങ്കരമായി കയറി. ഈ സമരിയക്കാർക്ക് കാര്യം, ഇവിടെ ഇവക്ക് പാപബോധം ഉണ്ടായോ? ഇവക്ക് പാപബോധം ഉണ്ടായോ? എന്നാൽ ഇവക്ക് പാപബോധം ഉണ്ടായെങ്കിൽ ആ വ്യക്തി, ആ മനുഷ്യനെ ഞങ്ങൾക്കൊന്ന് കാണാം. എന്നിട്ട് അടുത്ത വാക്യം നോക്കിക്കേ, എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിൽ പല ശമര്യക്കാരും അവനിൽ വിശ്വസിച്ചു. എന്നിട്ട് 40-ാമത്തെ വാക്യം നോക്കിക്കേ, അവർ ഇവളുടെ സാക്ഷ്യം മാത്രം വിശ്വസിക്കുക ചെയ്തില്ല. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്നു. അപ്പൊ ഇവരുടെ ബേസ് ഇവളുടെ സാക്ഷ്യമല്ലായിരുന്നു, സാക്ഷ്യം മുഖാന്തരമായി. പക്ഷേ ഈ സാക്ഷ്യം കേട്ടവർ യേശുവിന്റെ അടുക്കൽ വന്നു. അതെ, സാക്ഷ്യം കേട്ടിട്ട് പ്രൈസ് ലോർഡ് ഞങ്ങളെയും കർത്താവ് രക്ഷിച്ചു എന്ന് അങ്ങ് സ്വയമേ അങ്ങ് വിശ്വസിക്കുകയല്ല. ഈ സാക്ഷ്യം കേട്ടിട്ട് പാപബോധം ഉണ്ടായി എന്ന കാര്യം കേട്ടതിന് ശേഷം ഇവര് യേശുവിന്റെ അടുക്കൽ വന്നു. ജീസസിന്റെ അടുക്കൽ വന്നിട്ട് അവർ പറഞ്ഞ തങ്ങളോട് കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ഏർണസ്റ്റ്ലി റിക്വസ്റ്റ് ചെയ്യുക, ഞങ്ങളോട് ഒന്ന് പാർക്കണം കേട്ടോ. ഇതേ സെയിം കാര്യം ഈ ഏർലി ഡിസൈപ്പിൾസും കർത്താവിനോട് പറഞ്ഞു. യോഹന്നാന്റെ വാക്ക് കേട്ട് യേശുവിന്റെ പിന്നാലെ പോയ 2 ശിഷ്യന്മാരെ തിരിഞ്ഞു നോക്കി കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്താ, വൈ ഡു യു സീക്ക് മീ, നിങ്ങൾ എന്താണ് എൻ്റെ പിന്നാലെ വരുന്നത്? അപ്പൊ അവർ ചോദിക്കൂ, വേർ ആർ യു സ്റ്റേയിങ്, അങ്ങ് എവിടെ പാർക്കുന്നേ? ആ പാർക്കുന്ന സ്ഥലം കണ്ട് അവനോട് കൂടെ അവർ ആ ദിവസം മുഴുവനും ആയിരുന്നു. അതിനുശേഷം ഇവരുടെ സഹോദരങ്ങളെയും കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ ഇവരെന്തോ പറയുന്നത് അറിയോ? മോശയുടെ ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞവനെ ഞങ്ങൾ കണ്ടു. അപ്പൊ യേശുവിനോട് കൂടെ പാർത്തിട്ട് ഇവരെന്തുവാ പഠിച്ചത്? യേശു എന്തുവാ ചെയ്തത്? തിരുവചനത്തെ തുറന്ന് തന്നെ കുറിച്ചുള്ള കാര്യങ്ങളെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിന്, യോഹന്നാൻ 2-ാമത്തെ ആ ഗ്രൂപ്പിന് അവരടയാളം കണ്ടു വിശ്വസിച്ചെങ്കിലും ഇങ്ങനൊരു കാര്യം അവർക്ക് നടക്കുന്നില്ല. എന്നാൽ ഇവിടെ ശമര്യക്കാരങ്ങനല്ല. അങ്ങനെ തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ കൂടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇന്ന് വചനം വേണ്ട, ഇന്ന് എന്താ വേണമെന്നറിയോ? സാന്നിധ്യം മതി. വചനമില്ലാത്ത ഒരു സാന്നിധ്യവും
നമ്മളെ രൂപാന്തരപ്പെടുത്തത്തില്ല. ഈ ശമരിയാക്കാരിയെ തന്നെ നോക്കിക്കേ. ഞാൻ ചിലപ്പോൾ ഈ ശമരിയാക്കാരിയുടെ ഒരു ബോധം പോലും നമ്മുടെ ആൾക്കാർക്കില്ലല്ലോ എന്ന്. ശമരിയാക്കാരിയോട് കർത്താവ് പറയുകയാണ്, നിന്റെ ഭർത്താവിനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ, എനിക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തുറന്ന് അവളോട് കാര്യം പറഞ്ഞപ്പോൾ അടുത്തവൾ എന്തോ പറഞ്ഞറിയാമോ? നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. അപ്പൊ അവക്കറിയാം പ്രവാചകന്റെ ഡ്യൂട്ടി എന്താ. പ്രവാചകന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്നെ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും അവിടെയൊക്കെ വിടുന്ന ജോലിയല്ല. പ്രവാചകന്റെ ജോലി എന്തെന്നറിയാമോ? എൻ്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്ന ജോലിയാ എന്ന് അവക്കറിയാമായിരുന്നു. പാപബോധമുണ്ടായി അവൾക്ക്. ആ പട്ടണത്തിലുള്ളവർ തിരുവചനം കേട്ടിട്ട് യേശുവിൽ വിശ്വസിച്ചിട്ട് അടുത്ത് പറയുന്നു, നോക്കിക്കേ, ഇനി 42 ഇനി എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നു. നിന്റെ സാക്ഷ്യം കേട്ട് ഞങ്ങൾക്ക് ഒരു ഏകദേശം ഒരു മാറ്റം ഉണ്ടായി. പക്ഷേ ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. വായിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. ആ രണ്ട് വാക്ക് ശ്രദ്ധിച്ചോ. ഞങ്ങൾ കേൾക്കുകയും അറിയുകയും. സ്തോത്രം, സ്തോത്രം. നമ്മുടെ പെന്തക്കോസ്ത് സഭയിൽ എത്ര പേർക്ക് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്? സഹോദര, സഹോദരി, പാസ്റ്ററെ, ഞങ്ങൾ കേൾക്കുകയും ഞങ്ങൾ അറിയുകയും ചെയ്തിരിക്കുന്നു. സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസ് അല്ല. ഞങ്ങളുടെ അപ്പച്ചൻ പണ്ട് ചർച്ചിന് സ്ഥലം കൊടുത്തായിരുന്നു, പിന്നെ ഭയങ്കര വേല തുടങ്ങി. അയ്യോ, അത് നല്ല കാര്യം, അപ്പച്ചൻ സ്വർഗത്തിൽ പോവും. പക്ഷേ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടോ? എങ്ങനെ? ഞങ്ങൾ കേട്ടും ഞങ്ങൾ അറിഞ്ഞുമിരിക്കുന്നു. ഇവൻ തന്നെ, ആ വേർഡ് കണ്ടോ? ഇവൻ തന്നെ, വേറൊരാളുമില്ല, ഇവൻ തന്നെ ലോകരക്ഷിതാവ്. 2 ദിവസം യേശു എന്തോ പ്രസംഗിച്ചത് എനിക്കറിയത്തില്ല, ടെക്സ്റ്റ് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഇവരുടെ റെസ്പോൺസ് കേൾക്കുമ്പോൾ മനസ്സിലാകും യേശു എന്തോ 2 ദിവസം പ്രസംഗിച്ചതെന്ന്. എന്തോ ആയിരിക്കും അറിയാമോ? ഹി ഈസ് ദ സേവിയർ ഓഫ് ദ വേൾഡ്. അവൻ ലോകത്തിൻ്റെ രക്ഷിതാവാ. പാപബോധമുണ്ടായി, ഞങ്ങൾക്കൊരു രക്ഷിതാവിനെ വേണം. ഇതാണ് രക്ഷിക്കുന്ന വിശ്വാസം. എത്ര പെന്തക്കോസ്ത് സഭയിൽ കടന്നു വരുന്നവരുടെ ഉള്ളിൽ രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്. ഇത് കുറ്റമല്ല, ഭാരത്തോടെ പറയുകയാണ്. രക്ഷിക്കുന്ന വിശ്വാസം, സേവിങ് ഫെയ്ത്ത്. ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ കേട്ടു. കേൾക്കുകയോ? സുവിശേഷം കേട്ടിട്ട് വേണ്ടേ അറിയാൻ? ഞാനത് മുമ്പോട്ട് വരാം. നമ്മുടെ സഭകളിലുള്ള അപകടം, സുവിശേഷം ഒരുവൻ കേട്ടെങ്കിലല്ലേ അറിയത്തുള്ളൂ. അറിയെങ്കിൽ മാത്രമേ അവന് ഉറച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇവർ പറയാൻ ഞങ്ങൾ കേട്ടും ഞങ്ങൾ അറിഞ്ഞുമിരിക്കുന്നു. ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പം യേശു മടങ്ങി നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 2:25. യേശുവോ എല്ലാവരെയും 24. യേശു എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. യേശു ഇന്ന് മാറിയിട്ടുണ്ടോ? യേശു മാറിയോ? യേശു മാറിയിട്ടില്ല. ജനം മാറിയോ? ജനവും വലിയ മാറിയിട്ടൊന്നുമില്ല. അവർക്ക് ഇപ്പോഴും അത്ഭുതവും സാന്നിധ്യവും എൻകൗണ്ടറും അങ്ങനെയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഒരു എൻകൗണ്ടർ ഉണ്ടാകുക. ജനവും അന്നും ഇന്നും ഒരുപോലെയാ. യേശു മാറിയിട്ടില്ല പ്രിയരെ. ജീസസിനെ വിശ്വസിക്കുന്ന എല്ലാവരും യേശു ഇന്നും വിശ്വസിക്കുന്നില്ല. ആ പെന്തക്കോസ്ത് സഭയിലുണ്ടോ? ഇഷ്ടം പോലുണ്ട്. ഇനി 25-ാമത്തെ വാക്യം, മനുഷ്യനിൽ ഉള്ളത്, ആ വേർഡ് ശ്രദ്ധിച്ചോണേ, മനുഷ്യനിൽ ഉള്ളത്. 24-ാമത്തെ വാക്യം, യേശു എല്ലാവരെയും അറിയാം. 25-ാമത്തെ വാക്യം, എല്ലാവരിൽ ഉള്ളതും അറിയാം. എല്ലാവരെയും അറിയാൻ മാത്രമല്ല, എല്ലാവരിലും ഉള്ളതെന്താന്ന് കർത്താവിനറിയാം. സ്തോത്രം. ജീസസിന്റെ ആ സർവജ്ഞാനമാണ് നമ്മുടെ കാണിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം ആദ്യത്തെ ചാപ്റ്റർ തൊട്ടേ ആ ജീസസിന്റെ ഒമ്നിസിയനെ നമുക്ക് കാണാൻ കഴിയും. 1:18 പിതാവിന്റെ മടിയിൽ, ദ ബൂസം ഓഫ് ദ ഫാദർ,
ആ പുത്രൻ തന്നെ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എക്സ്പ്ലെയിൻഡ് ദ ഫാദർ. ദൈവം ആരാ എന്ന് പൂർണ്ണ വെളിപ്പാട്, ദൈവം ആരാ എന്ന് പൂർണ്ണമായി മനുഷ്യന് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് കാണിക്കുക. ദിസ് ഇസ് ഗോഡ്. അത് പഴയ നിയമത്തിൽ ഒരു ഭക്തനും ചെയ്യാൻ പറ്റിയില്ല. ജീസസ് ഇസ് ദ റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവം ആരാണെന്ന്, ദൈവം എങ്ങനെയാണ്, എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ക്യാരക്ടർ, യു സേ എവറിത്തിങ് അബൌട്ട് ഗോഡ് ഈസ് ദി ടോട്ടൽ കംപ്ലീറ്റ് റെവലേഷൻ ഓഫ് ഗോഡ്. അപ്പം ദൈവത്തെ, പിതാവിനെ വെളിപ്പെടുത്തി. ഈ 3, 4, 5 അങ്ങോട്ട് നമ്മൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഈ നിക്കോദിമോസ് ആരാന്നറിയാം. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ശമരിയക്കാരി ആരാന്നറിയാം. 5-ാം അധ്യായത്തിൽ 38 സംവത്സരമായി അവൻ അവിടെ കിടക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. 6-ാം അധ്യായത്തിൽ ജനം തന്നെ രാജാവാക്കാൻ വേണ്ടി വരുന്നു എന്ന് കർത്താവിന് അറിഞ്ഞു. പിന്നെ അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരല്ല ആരല്ല എന്ന് 6-ാം അധ്യായത്തിൽ അറിയാം. തന്നെ ബിട്രേ ചെയ്ത് ഒറ്റുകൊടുക്കുന്ന ആരാന്ന് കർത്താവിനറിയാം. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ 8-ാം അധ്യായത്തിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാര് പിശാചിന്റെ മക്കളാന്ന് കർത്താവിനറിയാം. നോക്കിക്കേ, 10-ാം അധ്യായത്തിൽ തൻ്റെ ആടുകളെ കർത്താവിനറിയാം. 11-ാം അധ്യായത്തിൽ ലാസർ മരിച്ചു എന്ന് കർത്താവിനറിയാം. അപ്പോൾ ജീസസിന്റെ ആ കംപ്ലീറ്റ് നോയിങ് അവിടെ നമുക്ക് കാണാൻ കഴിയും. ദ ഒംനിസെന്റ് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ എല്ലാവരെയും അറിയാം, മനുഷ്യനിൽ ഉള്ളതും കർത്താവിനറിയാം. എന്താ മനുഷ്യനിൽ ഉള്ളത്? ഇവിടെയാണ് നമ്മൾ, എനിക്ക് തോന്നുന്നു ദൈവസഭ, ഈ പെന്റക്കോസ്റ്റൽ ചർച്ചസ് മിസ്സായിപ്പോയി. ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു എന്താ നമ്മൾ മിസ്സായി പോയത്. മനുഷ്യനിൽ ഉള്ളത് കർത്താവിനറിയാം. കർത്താവിന് മാത്രമേ ക്ലിയറായി അസസ്മെന്റ് നടത്താൻ പറ്റത്തുള്ളൂ മനുഷ്യനിൽ ഉള്ളത് എന്താണ്. ആ 3:19 ഒന്ന് നോക്കിക്കേ പ്രിയരെ. 3:19, 3:19 അവിടെ കൊടുത്തിരിക്കുന്ന കാര്യം, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പോൾ ഒന്നാമത് മനുഷ്യനിൽ ഉള്ളത് എന്താണെന്നറിയാമോ? ബൈ നേച്ചർ മാൻ ഹേറ്റ്സ് ലൈറ്റ്. മനുഷ്യൻ വെളിച്ചത്തെക്കാൾ അധികം എന്താ സ്നേഹിക്കുന്നതെന്നറിയാമോ? ഇരുട്ടിനെ, ഡാർക്ക്നെസ്സിനെയാണ് സ്നേഹിക്കുന്നത്. എനിക്ക് വെളിയിലെങ്ങും നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് അവരെ മാത്രം നോക്കിയാൽ മതി. എനിക്ക് മനസ്സിലാവും വാട്ട് ദേ ലവ്. പാസ്റ്ററിന്റെ മക്കളായതുകൊണ്ട് കാര്യമില്ല, പെന്തക്കോസ്ത് സഭയിൽ പോകുന്നതുകൊണ്ട് കാര്യമില്ല. ബൈ നേച്ചർ വി കനോട്ട് ലവ് ദ ലൈറ്റ്. 3:16 നോക്കിക്കേ. ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്. ലോകത്തെ ദൈവം സ്നേഹിച്ചു. എന്തുകൊണ്ടാണ് ലോകത്തെ സ്നേഹിച്ചത്? മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്തത് കൊണ്ട്. വി ഷുഡ് തിങ്ക് ദാറ്റ് വേ. മനുഷ്യന് ദൈവത്തെ സ്വയമേ ബൈ നേച്ചർ സ്നേഹിക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് ദ ഫോൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മനുഷ്യനെ കുറിച്ച് മെൻ ലവ് ഡാർക്ക്നെസ്. രണ്ടാമത്തെ കാര്യം, അവന്റെ പ്രവൃത്തി ദോഷമുള്ളത്. അപ്പോൾ മനുഷ്യന് ഇരുട്ടാ ഇഷ്ടമെങ്കിൽ അവന്റെ പ്രവൃത്തിയും എങ്ങനാ? ദോഷമുള്ളത്. ടോട്ടൽ ഡിപ്രേവിറ്റി മുഴുവനും. നമ്മൾ റോമാലേഖനത്തിന്റെ ഭാഷയിൽ നമ്മളൊന്ന് എടുത്ത് പഠിച്ചാൽ, വേദപുസ്തകം പഠിക്കുന്നവരാണ് ഈ ഗ്രൂപ്പിൽ ഈ മീറ്റിങ്ങിലുള്ളതെന്ന് എനിക്കറിയാം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, റോമാലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, 3:9 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അവിടെ പറയുന്ന ഒരു കാര്യം, തൻ്റെ നമ്മുടെ വീഴ്ചയെക്കുറിച്ച് താൻ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ആ കൺക്ലൂഡിങ് റിമാർക്ക് കൊടുക്കുക. 3:9, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴെയാകുന്നു എന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. അപ്പോൾ 1 തൊട്ട് 3 വരെയുള്ള അധ്യായങ്ങളിൽ താൻ തെളിയിക്കുകയായിരുന്നു, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന്റെ കീഴെ, ദേ ആർ അണ്ടർ ദി പവർ ഓഫ് സിൻ. എന്നിട്ട് പൗലോസ് പറയുന്ന അടുത്തൊരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. പൗലോസ് പറയുക,
ഇതെൻ്റെ അസസ്മെന്റ് മാത്രമല്ല കേട്ടോ, തിരുവഴുത്തും ഇത് തന്നെ പറയുന്നത്. തിരുവഴുത്ത് എന്താ പറയുന്നത്? നീതിമാൻ ആരുമില്ല. ആരെങ്കിലും ഒന്ന് വായിച്ചോ. ഒരുത്തൻ പോലുമില്ല. അടുത്തത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിൽ ഉണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. കണ്ടോ? അവിടെ വാക്ക് ശ്രദ്ധിച്ചോ? പോൾ പറയുന്നത് എൻ്റെ അസസ്മെന്റ് അല്ല, ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തിരുവചനത്തിൽ നമ്മളെ കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന്. എന്നിട്ട് താൻ അവിടെ യൂസ് ചെയ്യുന്ന ആ ഫാക്കൽറ്റി നോക്കിക്കേ. എന്തൊക്കെയാ? തൊണ്ടയുണ്ട്, തൊണ്ടയുണ്ട്, നാവുണ്ട്, അടുത്തത് അവരുടെ വായുണ്ട്, 10-ാമത്തെ വായുണ്ട്, അടുത്ത ശേഷം 15-ാമത്തെ വാക്യത്തിൽ കാലുണ്ട്, അതിനുശേഷം 16-ാം വാക്യത്തിൽ അവരുടെ നാശം വഴിയിലുണ്ട്. ഓക്കെ. 17-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യത്തിൽ അവരുടെ ദൃഷ്ടിയിൽ. അപ്പം തൊണ്ട, നാവ്, വാ, കാല്, ദൃഷ്ടി, ഇതിലെങ്ങും ഒരു സൗണ്ടസ് ഇല്ല. ഇതിലെല്ലാത്തിലും മനുഷ്യന് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയത്തില്ല. There is nobody righteous. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. അപ്പോൾ ദൈവത്തിന്, യേശു കർത്താവിന് മനുഷ്യനിൽ ഉള്ളതെന്താണെന്നറിയാം. അതാണ് നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം കണ്ട 2-ാമത്തെ ആ പാഠം. 1, മനുഷ്യൻ ഇരുട്ടിനെ സ്നേഹിക്കുന്നു. 2, അവൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാണ്. 3-ന്റെ 19-ാമത്തെ വാക്യത്തിന് അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാണ്. 20-ാമത്തെ വാക്യം നോക്കിക്കേ. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. He hates the light. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ 119-ാം സങ്കീർത്തനം കാണാതെ പറയുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഹി ലവ്സ് ദ ലൈറ്റ്. സങ്കീർത്തനം കാണാതെ പറയുന്നത് കൊണ്ടോ, PIPക്ക് ഫസ്റ്റ് അടിച്ചത് കൊണ്ടോ, CAക്ക് മിടുക്കനായതുകൊണ്ടോ, പ്രസംഗിക്കാൻ മിടുക്കിയായതുകൊണ്ടോ ഇതിലൊന്നും നമ്മൾ ധരിക്കരുത് അവർക്ക് വെളിച്ചത്തോട് സ്നേഹമാണെന്ന്. നല്ലതുപോലെ പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കുന്ന വ്യക്തിയായിരുന്നു നിക്കോദിമോസ്. പക്ഷേ പുള്ളി ഇത് കേട്ടിട്ട് ആശ്ചര്യപ്പെട്ടു പോയി. പുള്ളി ഇത് കേട്ടിട്ട് അമേസ്ഡ് ആയിപ്പോയി. അയ്യോ, എനിക്ക് വീണ്ടും ജനനവും. അപ്പം പാടുന്നത് കൊണ്ടോ പ്രസംഗിക്കുന്നത് കൊണ്ടോ ചർച്ചിലെ ആക്ടിവിറ്റീസിലൊക്കെ നല്ലതായി മുൻപിൽ നിൽക്കുന്നത് കൊണ്ടോ ഒരുവൻ വീണ്ടും ജനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതാണ് ഞാൻ ഈ മുമ്പോട്ട് പറഞ്ഞു വരാൻ പോകുന്നത്. അപ്പം ഇവിടെ തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. They hate the light. അതൊരു അടുത്ത വാക്ക് കണ്ടോ? തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. He never comes to the light. ചിലർ എന്നോട് പറയാറുണ്ട്, പാസ്റ്റർ ഒത്തിരി വട്ടം ഞാൻ സുവിശേഷം പറഞ്ഞു എന്നാലും വരുന്നില്ല. എന്താ വരാത്തതറിയോ? ഇതാ എൻ്റെ റൂട്ട് റീസൺ. Because he hates the light. That's why he does not come to the light. But by nature, we cannot come to God by ourselves. സ്വയമേ എനിക്ക് നിങ്ങൾക്കും കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ ഇതിൽ കഴിവ് കൊണ്ടോ വരാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും, ചാല് തിരിച്ചു വിടാൻ പറ്റും. എന്നാൽ I cannot take him to the Lord. I cannot take him and give them the new birth. എനിക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ല. അവർക്ക് സ്വയമേ ചെല്ലാൻ പറ്റത്തില്ല. അതില്ലേ യോഹന്നാൻ 1:10-13 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവോടെ പറയുന്നത്, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനെ മുഖാന്തരം ഉളവായി, ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരെ അവനെ കൈക്കൊണ്ടില്ല.
എന്നിട്ട് 12, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആരാ ഈ ദൈവ മക്കളായത്? 13-ാമത്തെ വാക്യം, അവർ രക്തത്തിൽ നിന്നല്ല. 2, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്താൽ അത്രേ ജനിച്ചത്. ബോൺ ഫ്രം ഗോഡ്. അപ്പം എനിക്കൊരാളെ ദൈവമകനാക്കാൻ താല്പര്യം ഉള്ളത് കൊണ്ടാക്കാൻ പറ്റത്തില്ല. ആ വ്യക്തിക്ക് സ്വയമാകാൻ പറ്റത്തില്ല. രക്തത്താലല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഓട്ടോമാറ്റിക്കും ആവത്തില്ല. അപ്പം മനുഷ്യനിൽ ഉള്ളത് കർത്താവിനറിയാം. അപ്പൊ അവന് ഈ അടയാളങ്ങളൊക്കെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ട്. എക്സൈറ്റ്മെന്റ് അല്ല രക്ഷിക്കുന്ന വിശ്വാസം. ഇതൊക്കെ കാണുമ്പോൾ ഈ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഭയങ്കര എക്സൈറ്റഡാ. 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിച്ചു. അവൻ ഭയങ്കര എക്സൈറ്റഡാ. അവൻ വേണമെങ്കിൽ കർത്താവിനെ രാജാവും ആക്കും, റബീന്ന് വിളിക്കും. ഈ 6-ാം അധ്യായം വായിക്കുമ്പോഴേ ഇവർ സ്വന്തം പൈസ കൊടുത്ത് 2-ാമത്തെ ദിവസം മീറ്റിങ്ങിന് പോയി. യേശു ആദ്യത്തെ ദിവസം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിച്ചപ്പോൾ 2-ാമത്തെ ദിവസം മീറ്റിങ്ങിൽ കർത്താവ് വിളിച്ചു പോലുമില്ല. ഇവർ സ്വന്തം പൈസ മുടക്കി കർത്താവിൻ്റെ മീറ്റിംഗ് 2-ാമത്തെ ദിവസം ചെയ്തു. അപ്പോൾ മനുഷ്യൻ എക്സൈറ്റഡ് ആണ് ഈ ഫിസിക്കൽ കാര്യം കിട്ടാൻ വേണ്ടി. ടാഞ്ചിബിൾ ആയിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡാ. എക്സൈറ്റ്മെന്റ് അല്ല രക്ഷിക്കുന്ന വിശ്വാസം. സ്തോത്രം. അപ്പം നമ്മൾ വിചാരിക്കും, ബ്രദറെ ഇത് പാപികളെ കുറിച്ചാണ്. കാരണം ഈ വെളിച്ചത്തെ സ്നേഹിക്കുന്നില്ല, ഇരുട്ടിനെ സ്നേഹിക്കുന്നു, വെളിച്ചത്തെ പകയ്ക്കുന്നു, വെളിച്ചത്തിൽ വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ളവർ പാപികളെ കുറിച്ചായിരിക്കും. നല്ലവരായിരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, നമുക്ക് അവിടാണ് തെറ്റിപ്പോയത്. ബ്രദറെ, എൻ്റെ മോൻ നല്ല മോനാണ്. ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ ചെന്ന് സുവിശേഷം പറഞ്ഞപ്പം 3 പിള്ളേരോട് ഞാൻ ഇരുത്തി അവരോട് സുവിശേഷം പറഞ്ഞപ്പം 1 മണിക്കൂർ കേട്ടതിന് ശേഷം അവരുടെ അമ്മ എന്നോട് പറയാം, പാസ്റ്ററെ, എൻ്റെ 3 പിള്ളേരും നല്ല പിള്ളേരാ. എന്നോട് പറഞ്ഞ കാര്യമാണ്, എൻ്റെ 3 പിള്ളേരും നല്ല പിള്ളേരാ. ഇവിടാണ് നമുക്ക് വന്നു പോയ പാളിച്ച. നല്ല പിള്ളേർക്കും വീണ്ടും ജനനം വേണം. നിക്കോദിമോസിനെ പോലൊരു നല്ലൊരാള് യെരുശലേമിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നോക്കിക്കേ, ഞാൻ ആ വ്യക്തിയെക്കുറിച്ചൊന്ന് പഠിക്കുകയായിരുന്നു. 3:2 നോക്കിക്കേ പ്രിയരെ. 3:2. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേശാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. യു ഹാവ് കം ഫ്രം ഗോഡ്. വി നോ ദാറ്റ് യു ഹാവ് കം ഫ്രം ഗോഡ് ആസ് എ ടീച്ചർ. വലിയ കാര്യമല്ലേ? ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ടീച്ചറാ റബി നീ. 2, അടുത്ത വാക്ക് കണ്ടോ, ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന അടയാളങ്ങളുണ്ടല്ലോ, ഗോഡ് ഈസ് വിത്ത് യു, ദൈവം നിന്റെ കൂടെ ഉണ്ട്, ദൈവത്താലാണ് നീ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് പോരെ? ദൈവത്താൽ വന്ന ഉപദേഷ്ടാവ്. 2, നീ ചെയ്യുന്ന അടയാളങ്ങൾ ദൈവത്താൽ ചെയ്യുന്നു. നമ്മളായിരുന്നെങ്കിൽ പിറ്റേ ദിവസം ഹോള് ബുക്കിംഗ് ചെയ്ത് പൂളും ബുക്ക് ചെയ്ത് അവനെ സ്നാനപ്പെടുത്തിയേനെ. കാരണം കറക്റ്റ് കാര്യമില്ലേ പറഞ്ഞേ? എന്നാൽ ഈ മനുഷ്യനോട് കർത്താവ് അടുത്ത 3-ാമത്തെ വാക്യത്തിൽ പറയണേ, യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ചിന്തിച്ചു നോക്കി, ആരാ ഈ വ്യക്തി? യേശുവിനെ റിജക്റ്റ് ചെയ്ത വ്യക്തിയല്ല. യേശു ദൈവത്താൽ വന്നിരിക്കുന്ന ടീച്ചറാണെന്ന് അറിയുന്ന വ്യക്തിയാ. യേശു ചെയ്ത അത്ഭുതങ്ങൾ ദൈവത്താലാ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാ. എന്നിട്ടും അവന് വീണ്ടും ജനനം ആവശ്യമായിരുന്നു. പ്രിയരെ, അവർക്ക് വീണ്ടും ജനനം ആവശ്യമായിരുന്നു. എന്തുകൊണ്ടായി വ്യക്തിക്ക് വീണ്ടും ജനനം ആവശ്യമായിരുന്നത്? 1-ാമത്തെ കാര്യം, കർത്താവ് വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ 7-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത്, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയൽ ആശ്ചര്യപ്പെടരുത്. അപ്പൊ കർത്താവ് വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ താൻ ആശ്ചര്യപ്പെടുകയാണ്, അമേസ്ഡ് ആയിപ്പോയി. എനിക്ക് വീണ്ടും ജനനോ? 1. 2, 10-ാമത്തെ വാക്യം, 3:10. യേശു അവനോട് ഉത്തരം പറഞ്ഞത്,
നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ? ഏത്? ഈ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞ കാര്യം ഒരു പുതിയ കാര്യമല്ല നിക്കോദിമോസേ. ഇത് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്, യെരമ്യാ പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നീ പഠിപ്പിക്കുന്ന ആളല്ലേ, ഇതെല്ലാം നിനക്കറിയാവുന്ന കാര്യമല്ലേ, എന്നിട്ടും നീ ഇതറിയുന്നില്ലയോ? നല്ല വ്യക്തിയാ, പക്ഷെ വചനത്തിന്റെ വെളിപ്പാടകത്തില്ല. നല്ല വ്യക്തിയാ, വചനം പഠിപ്പിക്കുന്നുണ്ട്, വചനം പറയുന്ന കാര്യം കുറിച്ചു വെക്കുന്നുണ്ട്, പക്ഷേ ഇതകത്തോട്ട് കയറിയിട്ടില്ല. ചെവി തുളച്ച്, ഹൃദയം തുളച്ച്, അത് വെളിപ്പാടായി, റെവലേഷനായി, അത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആയി എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അടുത്ത് ചോദിക്കുക, ഡോണ്ട് യു നോ ദാറ്റ്? ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? എന്നിട്ട് 11-ാമത്തെ വാക്യം നോക്കിക്കേ, അതാണ് അതിനേക്കാൾ വലിയൊരു കാര്യം. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു, ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. കണ്ടോ? നിക്കോദെമോസിനോട് പറയാ, എന്റെ സാക്ഷ്യം നീ കൈക്കൊള്ളുന്നില്ല. അടുത്തത് 12-ാമത്തെ വാക്യം, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? നിക്കോദിമോസിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇവിടെ 3 കൂട്ടം കാര്യം, ഒന്ന് താൻ 4 കൂട്ടം കാര്യം പറഞ്ഞു. ഒന്ന്, താൻ ആശ്ചര്യപ്പെടുകയാണ് ഈ ഉപദേശത്തിൽ. 2, തനിക്ക് മനസ്സിലാവുന്നില്ല ഈ കാര്യം. 3, താൻ ഈ കൈക്കൊള്ളുന്നില്ല ഈ കാര്യം. 4, താൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നല്ല ആളാ, നല്ല മനുഷ്യനാ, നല്ല മനുഷ്യനാ, ഒരു ദോഷവും ആർക്കും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന് വീണ്ടും ജന്മം ആവശ്യമുണ്ട്. സ്തോത്രം. ഇത് ഞാൻ പെന്തക്കോസ്ത് സഭകളിൽ കാണുമ്പോഴാണ് എൻ്റെ ഹൃദയം വേദനിക്കുന്നത്. സ്തോത്രം. പ്രിയരെ, കർത്താവിനെ വിശ്വസിക്കുക എന്നുള്ളത് നിക്കോദിമോസിന് കഴിയുന്നില്ല. നിക്കോദിമോസ് പറയുകയാണ്, എനിക്ക് നിങ്ങളെ മോശയായിട്ട് കമ്പയർ ചെയ്യുന്നതിന് വിഷയമൊന്നുമില്ല. മോശയും ദൈവം അയച്ചതാ, മോശ ചെയ്ത കാര്യങ്ങളിലെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഐ ക്യാൻ അക്സെപ്റ്റ് യു ആസ് മോസസ്. 2, ഏലിയാവിനെ പോലെയും യേശുവെ നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കൊരു പാടുമില്ല. അപ്പോൾ യേശു മോശയെ പോലെയും ഏലിയാവിനെ പോലെയും വിശ്വസിക്കാൻ നിക്കോദിമോസിന് ഒരു പാടുമില്ല. എന്നാൽ ചോദ്യം 13-14 വാക്യം നോക്കിക്കേ. 13-14 വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അത് ശ്രദ്ധിച്ചോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, സ്വർഗത്തിൽ ഇരിക്കുന്ന, സ്വർഗത്തിൽ കയറിയിട്ടില്ല. ആരും കയറിയിട്ടില്ല, മനുഷ്യപുത്രൻ മാത്രമേ കയറിയിട്ടുള്ളൂ. ഇത് വിശ്വസിക്കാൻ പറ്റുമോ നിക്കോദിമോസേ? അത് പാടാ. മോശയെ പോലെ യേശു ഓക്കെ, ഏലിയാവിനെ പോലെ യേശു ഓക്കെ, പക്ഷെ മോശയേക്കാൾ വലിയവൻ, ഏലിയാവിനേക്കാൾ വലിയവൻ, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന വ്യക്തികളെക്കാൾ വലിയവൻ, യേശു ദൈവമാണെന്ന് ഇവിടെ കർത്താവ് പറയുക, ഐ ആം ഗോഡ്. ഇത് നീ കൈക്കൊള്ളുന്നില്ല, ഇത് നീ വിശ്വസിക്കുന്നില്ല. പ്രിയരെ, എന്നെ തെറ്റിദ്ധരിക്കില്ല. ഇന്ന് പെന്തക്കോസ്ത് സഭയിൽ ഒരു പേപ്പർ എല്ലാവർക്കും കൊടുത്തിട്ട് യേശു ദൈവമാണെന്നൊരു പേജിൽ എഴുതാൻ പറഞ്ഞാൽ എനിക്കറിയാം, തത്വത്തിൽ നമുക്കറിയാം, വി നോ ബൈ പ്രിൻസിപ്പിൾ, ഒരു പേജ് നിറച്ചെഴുതും. എന്നാൽ ചോദ്യം, ഡിഡ് യു റിയലി ബിലീവ് ദാറ്റ്? അത് നീ യഥാർത്ഥമായി ഹൃദയത്തിൽ വിശ്വസിച്ച് ശമരിയക്കാരൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കേട്ടും അറിഞ്ഞുമിരിക്കുന്നു? ഡു വി ഹാവ് an experience of it? സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞ ആശയം ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തത്വത്തിൽ അറിയാം ജീസസ് ഇസ് ഗോഡ്. എന്നാൽ ചോദ്യം, അത് എക്സ്പീരിയൻഷ്യലായി എൻ്റെ ജീവിതത്തിൽ, അത് പ്രാക്ടിക്കലായി ഞാൻ കേട്ടത്, അത് അറിഞ്ഞുമിരിക്കുന്ന ദാറ്റ് നോയിങ്, കർത്താവുമായിട്ടുള്ള ആ ഇൻറ്റിമേറ്റ് നോയിങ്ങിലേക്ക്
ദൈവമക്കൾ, സഭകൾ കടന്നു വന്നിട്ടുണ്ടോ? ഞാനൊരു ആക്ഷേപിക്കുകയല്ല, എല്ലാവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഭൂരിപക്ഷം പേരും ഒരു വീണ്ടും ജനനം അനുഭവം ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് ഇന്നത്തെ നമ്മുടെ പോക്ക്. അതുകൊണ്ടാണ് അവിടെ ഒരു കാര്യം നടക്കും, ഇവിടെ ഒരു കാര്യം നടക്കുമ്പോൾ നമ്മളതെല്ലാം എൻ്റെ പുറകെ പോകുന്നത്. എല്ലാവരും ഇല്ലേ, പിന്നെയും പറയാം, എല്ലാവരും അല്ല. അവിടെ ഒരു ഉണർവ് നടക്കുമ്പോൾ ഇവിടെ ഒരു ഉണർവ് നടക്കുമ്പോൾ ഏതെല്ലാം അങ്ങ് ഉണർവാണെന്നാണ് ചിന്തിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ കാരണം അറിയോ? യഥാർത്ഥമായിരിക്കുന്ന ഒരു വീണ്ടും ജനനം അകത്ത് നടക്കാത്തത് കൊണ്ടാണ് ശരിക്കും ഡിസേൺ ചെയ്യാൻ കഴിയാത്തത്. സ്തോത്രം. യഹോവ സാക്ഷിക്കാരൻ നമ്മുടെ അടുക്ക വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും തെറ്റാ, യേശുനാമക്കാരൻ വന്നാൽ പറയും തെറ്റാ. അതൊക്കെ നമുക്ക് വിവേചിക്കാൻ അറിയാം. പണ്ട് ചാൾസ് സ്പർജൻ പറഞ്ഞ പോലെ യഥാർത്ഥ വിവേചനം എന്ന് പറയുന്നത് ശരിയും തെറ്റും വിവേചിക്കുന്നതല്ല. യഥാർത്ഥ വിവേചനം എന്ന് പറയുന്നത് ശരിയും ഏകദേശം ശരിയും വിവേചിക്കുന്നതാണ്. ഇറ്റ്സ് നോട്ട് ഡിസേണിങ് റൈറ്റ് ഓർ റോങ്, ഇറ്റ് ഈസ് ഡിസേണിങ് റൈറ്റ് ആൻഡ് ഓൾമോസ്റ്റ് റൈറ്റ്. നമുക്ക് അവിടെ തെറ്റിപ്പോയി. യഹോവ സാക്ഷിക്കാരനെ കണ്ട മനസ്സിലാകും, യേശുനാമക്കാരൻ്റെ വാ തുറന്നാൽ മനസ്സിലാവും യേശുനാമക്കാരനാണ്. സ്തോത്രം. സമൃദ്ധിയുടെ സുവിശേഷം പറയുന്നവനെ കേട്ടാൽ മനസ്സിലാവും. പക്ഷേ ശരിയും ഏകദേശം ശരിയും വിവേചിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ കാരണം ഉള്ളിൽ ഒരു വീണ്ടും ജനന അനുഭവം നടക്കാത്തത് കൊണ്ടാണ്. വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് ആ ഡിസേൺമെന്റ് ഉണ്ടാകും. അതൊരു പാർട്ട് മാത്രമേ ഉള്ളൂ. അത് വീണ്ടും ജനിച്ച വ്യക്തി ദൈവവചനം വായിക്കും, ദൈവവചനത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകും, ശരിക്കും വ്യാഖ്യാനിക്കും. അതെല്ലാം അതിന് ഉൾപ്പെട്ടിരിക്കുക. ഞാൻ ആദ്യത്തെ ഒരു പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ആ വീണ്ടും ജനന അനുഭവത്തിലാണ് ശരിയായ ഡിസേൺമെന്റ് ഉണ്ടാകുന്നത്. പതിരേതാണെന്നും നല്ല വിത്ത് ഏതാണെന്നും ഗുഡ് സീഡ് ഏതാണെന്നും വീട് ഏതാണെന്നും ഗോതമ്പ് മണി ഏതാണെന്നും തിരിച്ചറിയാൻ കഴിയുന്നു. അപ്പം ഈ വ്യക്തിക്ക് കർത്താവിനെ, യേശുവിനെ ദൈവമെന്ന്, ലോർഡ് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അതാണ് അവിടുത്തെ ചോദ്യം. ഇനി മടങ്ങി നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം മനുഷ്യനിൽ ഉള്ളത് എന്താണെന്ന് മനസ്സിലായല്ലോ. മനുഷ്യനിലുള്ളത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്ത കാര്യമാണ് മനുഷ്യനിൽ ഉള്ളത്. മനുഷ്യനിലുള്ളത് വെളിച്ചത്തെ സ്നേഹിക്കാൻ കഴിയാത്തതാണ്. ഇരുട്ടിനെ സ്നേഹിക്കുന്നത് കാര്യമാണ് മനുഷ്യനിൽ ഉള്ളത്. അപ്പം മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം എല്ലാ മനുഷ്യരിലും ഉണ്ട്. ഇത് നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ എത്ര പഠിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. 3:36 വാക്യം നോക്കിക്കേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 36 വാക്യം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ. അപ്പൊ വിശ്വസിക്കുന്നതിന്റെ അർത്ഥം എന്തുവാ? വിശ്വസിക്കുന്നതിന്റെ അർത്ഥം അനുസരിക്കുക എന്നാണ്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നു. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നെന്നാ. പലപ്പോഴും നമ്മൾ ഭംഗിവാക്ക് പറയാറുണ്ട്, ദൈവം പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യവും ഇല്ല കേട്ടോ. ദൈവം പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. 3:36 വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വായിക്കുന്നത്, പാപികളോട് ഗോഡ് ഈസ് ആംഗ്രി അറ്റ് സിന്നേഴ്സ്. ദൈവക്രോധം അവന്റെ മേലുണ്ട്. ആരുടെ മേൽ ദൈവക്രോധമുണ്ട്? പാപത്തെ സ്നേഹിക്കുന്ന, ഇരുട്ടിനെ സ്നേഹിക്കുന്ന, വെളിച്ചത്തിൽ വരാൻ ആഗ്രഹിക്കാത്ത എല്ലാ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ക്രോധമുണ്ട്. There is God's wrath upon all sinners. ഞാൻ ചെയ്യുന്ന പാപം മാത്രമല്ല ദൈവത്തിന് വെറുപ്പ്, പാപിയായ എൻ്റെ മേൽ ദൈവത്തിന്റെ ക്രോധമുണ്ട്. സ്തോത്രം. അപ്പൊ ഈ ക്രോധം, ദൈവത്തിന്റെ ക്രോധമുള്ള ഈ പാപിയായ വ്യക്തിയെ എങ്ങനെ വിടുവിക്കുന്ന? ഹൂ ക്യാൻ ഡു ദാറ്റ്? അത് ആർക്ക് ചെയ്യാൻ കഴിയും?
അതൊരു ചോദ്യമാണ്. ആർക്ക് ചെയ്യാൻ കഴിയും? ഹു ക്യാൻ ഡു ദാറ്റ്? പ്രിയ ദൈവമക്കളെ, മൂന്നാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 21 വരെയുള്ള വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ത്രിയേക ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഞാൻ ദൈവമക്കളെ ഒന്ന് കാണിക്കാം. ദ വർക്ക് ഓഫ് എ ട്രയൂൺ ഗോഡ്. 3:16 നമുക്ക് പരിചയമുള്ള വാക്യം അല്ലേ? ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ഈ ഗോഡ് എന്നവിടെ പറയുന്നത് പിതാവായ ദൈവമാണ്, തൻ്റെ ഏകജാതനായ പുത്രൻ. അപ്പൊ അവിടെ തന്നെ തൃത്വത്തിൽ ഒന്നാമനും രണ്ടാമനും, ഫാദർ, 2 സൺ, പിതാവ് പുത്രനെ നമുക്ക് വേണ്ടി നൽകി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നോക്കിക്കേ. ആ 6-ാം വാക്യവും 8-ാം വാക്യവും ഒക്കെ ആധാരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജഡത്താൽ ജനിച്ച ജഡവും ആത്മാവിനാൽ ജനിച്ചവൻ ആത്മാവും. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഈ വീണ്ടും ജനന അനുഭവം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ജീസസ് ക്രോസിൽ ചെയ്ത കാര്യം, പിതാവ് ലോകത്തെ സ്നേഹിച്ച് പുത്രനെ നൽകിയ കാര്യം, ഹോളി സ്പിരിറ്റ് ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ ക്രിയ ചെയ്ത് അവനെ പുതിയ സൃഷ്ടിയാക്കുകയാണ്. ഇത് ഹോളി സ്പിരിറ്റിന്റെ മാത്രമല്ല, ഇത് പിതാവിന്റെ മാത്രമല്ല, ഇത് പുത്രന്റെ മാത്രമല്ല, ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിലുള്ള ഇന്ത്യക്കാരോട് ഞാൻ പറഞ്ഞു, ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകളൊക്കെ എനിക്കൊന്ന് അയച്ചു തരാൻ പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ പാട്ടുകളെ അത്ഭുതപ്പെടുത്തി വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. കൂടുതലും ത്രിയേക ദൈവത്തിലുള്ള പാട്ടുകളേ ഇല്ല. ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളെ സഭയിലില്ല. പിന്നെന്തുവാ, മറ്റേ ഗോലിയാത്തിനെ വെട്ടി, പിന്നെ അവിടെ അങ്ങ് കിടന്നങ്ങുള്ള കുസ്തിയ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. തിരുവചനം ശരിക്കും വ്യാഖ്യാനിക്കുന്ന ദൈവസഭകൾ ഈ ദിവസങ്ങളിലേക്ക് എഴുന്നേൽക്കണം. അല്ല എങ്കിൽ വലിയ പരാജയം നമ്മൾ നേരിടും. അടുത്തൊരു തലമുറയെ നമ്മൾ എങ്ങനെ പണിയാൻ പോകുന്നതെന്ന് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുക നമ്മുടെ മുമ്പിൽ. എങ്ങനെ, വാട്ട് വി ആർ ഗോയിങ് ടു ഡു ടു ദ നെക്സ്റ്റ് ജനറേഷൻ? എൻ്റെ മക്കൾക്ക് ഞാൻ എന്തോ കൊടുക്കാൻ പോകുന്നത്? വാട്ട് വി ആർ ഗോയിങ് ടു ഡു? കുറച്ച് വീട്ടിലുള്ള കുറച്ച് സമ്പത്ത് എഴുതി കൊടുക്കുന്നതാണോ? നിലങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നതാണോ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മ? അല്ല പ്രിയരെ, അല്ല. ദൈവത്തെക്കുറിച്ചും തൻ്റെ ഉപദേശത്തെയും സത്യമായിരിക്കുന്ന ഉപദേശത്തെ കൈമാറുന്നതാണ് ഒരു മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ്. 1 ഇഞ്ച് ഭൂമി കൊടുക്കാനില്ലെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സമാധാനത്തോടെ ഈ ഭൂമിയിൽ പോകാൻ കഴിയും. എന്താ അറിയോ? ഐ ഹാവ് ഗിവൻ ഗോഡ് ടു ദം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഈ വീണ്ടും ജനനം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഈ ഭൂമിയിലുള്ള റബിക്ക് ഇതങ്ങോട്ട് വിശ്വസിക്കാനോ കൈക്കൊള്ളാനോ കഴിയുന്നില്ല. ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എനിക്ക് വളരെ സങ്കടകരമായി. എൻ്റെ നാട്ടിലുള്ള ലോക്കൽ ചർച്ചിൽ 10-20 കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടു, യൂത്ത്. അതിൽ ഒരു പയ്യൻ ഇവിടെ ഷാർജയിൽ വന്ന് എൻ്റെ കൂടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, അവൻ സ്നാനപ്പെട്ടില്ല, അവരുടെ കൂടെയുള്ള കൂട്ടുകാരെല്ലാം സ്നാനപ്പെട്ടു. ഞാൻ ചോദിച്ചു, മോനെ, ഈ സുവിശേഷം വല്ല അവിടെ ക്ലാസ് വല്ലതും കൊടുത്തായിരുന്നു? പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, പിന്നെന്തോ കൊടുത്തേ? 3 ദിവസം 4 ദിവസം കൊണ്ട് സ്നാനത്തിൻ്റെ ക്ലാസ് കൊടുത്തു. ആഹാ. അപ്പം സ്നാനത്തിൻ്റെ ക്ലാസ് കൊടുത്തപ്പോൾ ചിലർ കൈപൊക്കി, ചിലർ പിന്നെ ഇങ്ങനെ നോക്കി അമ്മയപ്പനെയൊക്കെ, പിന്നെ കൈപൊക്കി, പിന്നെ അങ്ങോട്ട് മുക്കി. ഇവനോട് സുവിശേഷം പറഞ്ഞില്ല. സ്തോത്രം. ഞാൻ ചിന്തിക്കുക, എന്തോ അപകടമാണ്. നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്ത് കളഞ്ഞു. രക്ഷയെ സ്നാനമായിട്ടങ്ങ് റീപ്ലേസ് ചെയ്തു. സ്നാനപ്പെട്ടോ, രക്ഷിക്കപ്പെട്ടു. അങ്ങനെ രക്ഷിക്കപ്പെടാത്ത എത്ര പേര് സ്നാനപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ സഭയിലുണ്ട്. സ്തോത്രം. ഈ വ്യക്തിക്ക് ഇതെല്ലാം അറിയാം. പക്ഷെ യേശു ദൈവമാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയും, വിശ്വസിക്കാൻ കഴിയും.
ഇതെങ്ങനെയാ നടക്കുന്നത്? ഹൗ ഡസ് ദിസ് ഇസ് ദ വർക്ക് ഓഫ് ഗോഡ്. ഇത് ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തിയാ. ആ പ്രവൃത്തിക്ക് വേണ്ടി ആ കുഞ്ഞിനെ സമർപ്പിക്കേണ്ടത് ഒരു പാസ്റ്ററുടെ ജോലിയാ, ഒരു മാതാപിതാക്കളുടെ ജോലിയാ. അത് അവനോട് സുവിശേഷം അറിയിക്കുമ്പോൾ ആ സുവിശേഷ വചനത്തെ പരിശുദ്ധാത്മാവ് എടുത്ത് അവൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്ത് അവനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അവൻ പറയും, എനിക്ക് സ്നാനപ്പെടണം, ഐ വാണ്ട് ടു ടേക്ക് ബാപ്റ്റിസം. അതെൻ്റെ ജോലിയല്ലേ പറയേണ്ടത്? ആ സുവിശേഷം പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടി അല്ലേ? സ്തോത്രം. പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട്, അവള് സ്നാനപ്പെട്ടപ്പം ഞാൻ ചോദിച്ചത്, എന്തിനാ സ്നാനപ്പെട്ടെ? അന്ന് ഞാനും അവളെക്കാട്ടും 4-5 വയസ്സിന് മൊത്തം. എന്തിനാ? അതെടാ, എല്ലാവരും കത്രിമേശയിൽ അപ്പവും വീഞ്ഞും കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത പോലെ. അയ്യോ, അതുകൊണ്ടല്ല പെടുന്നത്. സ്തോത്രം. 12-12ാം ക്ലാസ് അങ്ങോട്ട് കഴിയുമ്പോൾ അമ്മയ്ക്ക് അങ്ങ് ആവലാതിയ, അയ്യോ കൂടെ ഉള്ളവരെല്ലാം സ്നാനപ്പെട്ടു, എടാ നീ ഇങ്ങനെ നിന്നാൽ എങ്ങനാടാ? സ്തോത്രം. അവനോട് ഒരിക്കലും സുവിശേഷം പറഞ്ഞിട്ടില്ല, അവനോട് ഒരിക്കലും ജീസസ് ആരാണെന്ന് പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ ആവലാതിയ, സ്നാനപ്പെടാത്തതിൻ്റെ ആവലാതിയ. അങ്ങനെ ആവലാതി പെടല്ലേ എൻ്റെ അമ്മമാരെ. അവനോട് ആദ്യം സുവിശേഷം പറ. ജീസസ് ആരാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. ജീസസ് എന്താണെന്ന് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറയാം, ഒരു ഫോഴ്സും ചെയ്യേണ്ട ആവശ്യമില്ല. സ്വന്തം പറയും, എനിക്ക് കർത്താവിനെ പിൻപറ്റണമെന്ന്. സ്തോത്രം. ഓക്കെ, അപ്പോൾ നെസസിറ്റി ഓഫ് ന്യൂ ബർത്ത്, ആ വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. കർത്താവ് പറയുകയാണ് 3-ാമത്തെ വാക്യത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. 3:3. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അവിടെ ഇംഗ്ലീഷിൽ ബോൺ അഗെയിൻ എന്നുള്ള പദമാണെങ്കിലും ബോൺ അഗെയിൻ എന്നുള്ള ആ അഗെയിൻ എന്നുള്ള വേർഡിനേക്കാൾ അല്പമായി ബോൺ ഫ്രം അബവ്, ഉയരത്തിൽ നിന്ന് ജനിക്കുന്നതാണ് യഥാർത്ഥ തർജ്ജിമ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ 31ാമത്തെ വാക്യം നോക്കിക്കേ, 31, 3:31. അതേ വേർഡാണ്, മേളിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ. ആ മേളിൽ നിന്ന് വരുന്ന അത് തന്നെയാണ് ബോൺ അഗെയിൻ എന്നതിന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനമല്ല, ഉയരത്തിൽ നിന്ന് ജനിക്കുകയും. അതാണ് യോഹന്നാൻ 1:13 പറയുന്നത്, രക്തത്താലല്ല, മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, ദൈവത്താലത്രേ ജനിക്കുന്നത്. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജന്മം, ബോൺ ഫ്രം അബവ്. എങ്ങനെയാണ് ഒരുവന്റെ ഉള്ളിൽ വീണ്ടും ജനനം നടക്കുന്നത്? അവിടെ കൊടുത്തിരിക്കുന്ന പദം കണ്ടോ, അൺലെസ് ആൻഡ് അൺടിൽ. 5-ാമത്തെ വാക്യം 3:5 കൊടുത്തിരിക്കുകയാണ്. 3:5, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും. അപ്പം ഈ അനുഭവം നടക്കുന്നത് വെള്ളത്താലാ. വെള്ളം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ജലസ്നാനമല്ല. വെള്ളം പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ സാൽവേഷനെയൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം 36:25, അവിടെ നമുക്ക് ഈ കാര്യത്തെ കാണാൻ കഴിയും. ഇത് നിക്കോദിമോസിന് അറിയാം. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, നീ ഉപദേഷ്ടാവായിട്ട് നിനക്കിത് അറിയത്തില്ലേ എന്ന് കർത്താവ് ചോദിക്കാൻ കാരണം. 36:25, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെ നീക്കി, സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. 27-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അപ്പം ചട്ടങ്ങളിൽ നടക്കാൻ കഴിയുന്നതാർക്ക? കല്ലുള്ള ഹൃദയം മാറി മാംസമുള്ള ഹൃദയമാകുന്ന വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ചട്ടങ്ങളിൽ നടക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ
പുതിയ സൃഷ്ടിയായ വ്യക്തിക്ക് മാത്രമേ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു പാമ്പും കുഞ്ഞിന് ഒരു 6 മാസത്തെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് പറക്കുന്നതിൻ്റെ ട്രെയിനിങ് പാമ്പും കുഞ്ഞിന് 6 മാസം. 6 മാസം അല്ല 60 വർഷം കൊടുത്താലും അത് പറക്കത്തില്ല. കാരണം എന്താ അറിയോ? പറക്കാനുള്ള നേച്ചർ ഇല്ല. നേച്ചർ മാറണം. നേച്ചർ മാറിയെങ്കിലേ അത് പറക്കത്തുള്ളൂ. അപ്പൊ കല്ലുള്ള ഹൃദയം മാറി മാംസമുള്ള ഹൃദയമാകണം. അതെങ്ങനെ നടക്കുന്നത്? നിർമ്മല ജലം ഞാൻ തളിക്കും. ഇത് തളിക്കുന്നത് കർത്താവാണ്. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഈ ജലം എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ അവിടെ വചനത്താലുള്ള ജലസ്നാനം അല്ലെങ്കിൽ ക്ലെൻസ്ഡ് ബൈ ദ വാഷിംഗ് ഓഫ് വാട്ടർ എന്ന് പറയുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനത്തിലും അവിടെ ഒരു കഴുകൽ 3-ാം അധ്യായത്തിൽ കഴുകലിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ ചിന്ത കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം മുതലൊന്ന് ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? ഇല്ലെങ്കിൽ ഞാൻ വായിച്ചു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡം മതി. വീണ്ടും ജനിച്ചതെങ്ങനെ? ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. കെടാത്ത ബീജത്താലാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ആ 25-ാമത്തെ വാക്യം നോക്കിക്കേ. മലയാളത്തില് അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ വായിക്കാം, എന്നിട്ട് അനുസരിച്ച് ഇംഗ്ലീഷിലും ഞാനത് പറയാം. കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു, അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ESV NLT ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ആൻഡ് ദാറ്റ് വേർഡ് ഈസ് ദി ഗോസ്പൽ ദാറ്റ് വാസ് പ്രീച്ച്ഡ് ടു യു. ESV ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ NLT ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ, ചില വേറെ മറ്റു ട്രാൻസ്ലേഷനിൽ ഞാൻ വായിച്ചപ്പോൾ അവിടെ മനസ്സിലായത് ഈ പ്രസംഗിച്ച വചനം എന്താണ്? പത്രോസ് പറയുക, ഈ പ്രസംഗിച്ച വചനം സുവിശേഷ വചനമാണ്. ഇറ്റ് ഈസ് ദ ഗുഡ് ന്യൂസ്. ഈ സുവിശേഷ വചന നിമിത്തമാണ് ഇതാണ് കെടാത്ത ബീജം. ഈ കെടാത്ത ബീജം നിങ്ങളിൽ വന്നതുകൊണ്ടാണ് വീണ്ടും ജനനം ഉണ്ടായത്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റ്, ആ പശ്ചാത്തലം നമ്മൾ എടുക്കുമ്പോൾ രക്ഷയെക്കുറിച്ചും വീണ്ടും ജനന അനുഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായത്? ഇറ്റ് ഈസ് ബൈ ദ മെസ്സേജ് വിച്ച് വി പ്രീച്ച്. ഞങ്ങൾ പ്രസംഗിച്ച വചനം. എന്താ ഞങ്ങൾ പ്രസംഗിച്ചത്? ഗോസ്പൽ, ഗുഡ് ന്യൂസ് ആണ് പ്രസംഗിച്ചത്. എന്താ ഗോസ്പൽ? എന്താണ് സുവിശേഷം? ഇവർ പ്രസംഗിച്ച സുവിശേഷം ഇന്ന് കേൾക്കുന്ന പോലുള്ള സുവിശേഷമല്ല കേട്ടോ. ഇങ്ങി വാ എല്ലാം കിട്ടും എന്ന് പറയുന്നതല്ല ഇവർ പ്രസംഗിച്ച സുവിശേഷം. സമൃദ്ധിയുടെ സുവിശേഷം അല്ല ഇവിടെ പറയുന്നത്. ഇപ്പോൾ പറയുന്ന സുവിശേഷങ്ങളൊക്കെ ഭയങ്കര രസമാണ്. 100 വെച്ച 1000 കിട്ടും. ബാങ്ക് പോലും കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സുവിശേഷമല്ല. എന്താണ് ഇവിടെ ഈ സുവിശേഷം? ഇവർ പ്രസംഗിച്ച സുവിശേഷം എന്താ? വീണ്ടും ജനനം ഉണ്ടാക്കിയ സുവിശേഷം എന്താണ്? ഞാൻ ഈ സുവിശേഷത്തെ കുറിച്ച് ഞാൻ ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ, ഞങ്ങളുടെ ചർച്ചിൽ ഒന്ന് എടുക്കാൻ വേണ്ടി സ്റ്റഡി ചെയ്തപ്പോൾ 9 വിധമായിരിക്കുന്ന മെയിൻ അനദർ ഗോസ്പൽ ഉണ്ട്. മറ്റ് സുവിശേഷങ്ങൾ ഏകദേശം 9 എണ്ണം ഉണ്ട്. സുവിശേഷമല്ലാത്ത മറ്റ് സുവിശേഷം. അപ്പം അതല്ല തിരുവചനത്തിൽ വെളിപ്പെട്ടതും യേശു പ്രസംഗിച്ചതും ശിഷ്യന്മാർ പ്രസംഗിച്ചതും അപ്പോസ്തലന്മാർ എഴുതിയതും സഭ പ്രസംഗിച്ചതുമായിരിക്കുന്ന സുവിശേഷം. അതാണ് പ്രസംഗിക്കുമ്പോൾ ഒരുവന്റെ ഉള്ളിൽ വീണ്ടും ജനനമുണ്ടാകുന്നത്. ആ സുവിശേഷം എന്താണെന്നാണ് ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. അത് പ്രസംഗിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്ത് ഒരുവന്റെ ഉള്ളിൽ പുതിയ സൃഷ്ടി ആ വ്യക്തിയാക്കുന്നത്. നമുക്ക് എന്തെങ്കിലും തോന്നുന്നത് പ്രസംഗിച്ചാൽ പലരും ചിന്തിക്കുന്നത്, നമുക്കിപ്പോൾ ചിലർ പറയുന്നുണ്ട്, ഞാൻ ഒരുക്കിയിട്ട് വന്നിട്ടില്ല, എനിക്ക് ഇപ്പോഴെന്തോ ഒരു കിട്ടി, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുക. ഇപ്പോൾ കിട്ടിയത് പ്രസംഗിച്ചാൽ പരിശുദ്ധാത്മാവ് ബാക്ക് ചെയ്യത്തില്ല കേട്ടോ.
അതിന് ഇവർ ആധാരമായിട്ട് എടുക്കുന്ന വാക്യം എന്താ അറിയോ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ ആ സമയത്ത് പ്രസംഗിക്കേണ്ട ആത്മാവ് നിന്റെ വായിൽ തരും. അത് ഈ പുൽപ്പറ്റി നിൽക്കുമ്പോൾ പ്രസംഗിക്കുന്നതിൻ്റെ കാര്യം കുറിച്ചല്ല. അത് ഈ ഈ രാജാക്കന്മാരുടെ മുമ്പിലും റൂളേഴ്സിൻ്റെ ഒക്കെ മുമ്പിലും ഡിഫൻസിന് വേണ്ടി നിൽക്കുമ്പം അവരെന്തോ ചോദിക്കുന്നത് അറിയത്തില്ല, പേടിക്കണ്ട, ആ സമയത്ത് പരിശുദ്ധാത്മാവ് തരും എന്തോ പറയണമെന്നും. അങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ ചിലയിടത്തെങ്കിൽ 2-3 എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് പുൽപ്പറ്റിൽ നിൽക്കുമ്പോഴല്ല എനിക്ക് ഇപ്പോഴൊരു കിട്ടിയ കാര്യം. ഇപ്പോൾ കിട്ടിയ കാര്യത്തിൽ ആത്മാവ് സപ്പോർട്ട് ചെയ്യത്തില്ല. തിരുവചനം ഇരുന്ന് വ്യാഖ്യാനിച്ച് പഠിച്ച് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഹോളി സ്പിരിറ്റ് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് ശരിക്കും വ്യാഖ്യാനിക്കുന്നെങ്കിൽ മാത്രമേ ഹോളി സ്പിരിറ്റ് അതിൽ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ശരി വ്യാഖ്യാനത്തിലും പലപ്പോഴും ആത്മാവാന്നൊക്കെ ഇവരൊക്കെ പറയുന്നെങ്കിലും അതിൽ ശരിയായുള്ള ആത്മാവല്ലെന്നാ എൻ്റെ ധാരണ. അപ്പം ഇവിടെ ദൈവമക്കൾ മനസ്സിലാക്കണം, സുവിശേഷം യഥാർത്ഥമായി എൻ്റെ പത്യമായി, ആ വേർഡ് വളരെ മലയാളത്തിൽ വളരെ നല്ല, പത്യ സുവിശേഷം, സൗണ്ട് ഡോക്ട്രിൻ, സൗണ്ട് ഗോസ്പൽ, ഹെൽത്തി ആയിരിക്കുന്നത്, ഒരു മിക്സ് ഇല്ലാത്ത സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആത്മാവ് ബാക്ക് ചെയ്യും. ആത്മാവ് ബാക്ക് ചെയ്തിട്ട് ആ വ്യക്തികളുടെ ഉള്ളിൽ ക്രിയ ചെയ്യും. എങ്ങനെയാ? എന്താണത്? നോക്കിക്കേ, 13-14 വാക്യത്തിലേക്ക് പെട്ടെന്നൊന്ന് ദൈവമക്കൾ വന്നാട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. 13 വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? 13-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഒന്നാമത് സുവിശേഷത്തിൽ നാം പ്രസംഗിക്കുകയും നാം കേൾക്കുകയും ചെയ്യേണ്ട കാര്യം, ജീസസ് ഈസ് ദി ഗോസ്പൽ. യേശു ക്രിസ്തുവാണ് ആ സുവിശേഷം. യേശു ആരാ? ഹൂ ഇസ് ദിസ് ജീസസ്? ഇവിടെ വളരെ വ്യക്തമാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയവനായി. അങ്ങനെ ആരെങ്കിലും ഇറങ്ങി വന്നിട്ടുണ്ടോ? ഇല്ല. സ്വർഗത്തിൽ ഇരിക്കുന്നവനായ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇടയിൽ? ഇല്ല. സ്വർഗത്തിൽ കയറിയിട്ടില്ല. സ്വർഗത്തിലേക്ക് കയറിയ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പം ഇവിടെ ജീസസിന്റെ ഡീറ്റിയെ, ജീസസിന്റെ ഡിവിനിറ്റിയെ, ദൈവത്വത്തെ ക്ലിയറായി വരച്ചു കാണിക്കുക ജീസസ് ഇവിടെ. അപ്പൊ സുവിശേഷത്തിൽ പ്രാരംഭമായി വിശ്വസിക്കേണ്ടത് ജീസസ് ഇസ് ദ വെരി ഗോഡ് ഹിംസെൽഫ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് കാണാൻ കഴിയും. ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങളൊന്ന് കാണിച്ചേ വചനത്തിൽ എവിടെ യേശു ദൈവം എന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, 5:18 വായിച്ചേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:18. അങ്ങനെ അവൻ സബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയതും കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. അപ്പൊ അന്നത്തെ ആൾക്കാർക്ക് മനസ്സിലായി യേശു എന്തോ പറഞ്ഞെന്ന്. അന്ന് കേട്ട യഹൂദന്മാർക്ക് പിടികിട്ടി എന്തുവാ ജീസസ് ഇവിടെ പറഞ്ഞതെന്ന്. ദൈവത്തെ പിതാവെന്ന് വിളിക്കുക. അപ്പം ഇസ്രായേൽ മക്കൾ പൊതുവെ ഒരുമിച്ച് ദൈവത്തെ പിതാവെന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയുള്ളൊരു വിളിയല്ല. ഇവിടെ ദൈവത്തിന് സമമായി ആക്കുന്നു എന്ന് യഹൂദന്മാർ ഗ്രഹിച്ചു. അതുകൊണ്ട് യേശുവിനെ അധികമായി കൊല്ലുവാൻ ശ്രമിച്ചു. അപ്പൊ യേശു ഇതെല്ലാം കേട്ടപ്പോൾ, ഇത് കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ അതെ, സ്ലിപ്പ് ഓഫ് ടങ് ആയി പോയതാ കേട്ടോ, ഞാനതങ്ങ് അറിയാതെ പറഞ്ഞു പോയതാണെന്ന് കർത്താവ് പറഞ്ഞില്ല. ജീസസ് കറക്റ്റ് ചെയ്യുന്നില്ല. 5-ാം അധ്യായം 19-ാം വാക്യം തൊട്ട് താഴ്ത്തു വായിച്ചു നോക്കിക്കേ. പിതാവിനെ ആദരിക്കുന്നത് പോലെ പുത്രനെയും ആദരിക്കണം. പിതാവ് ജീവൻ കൊടുക്കാൻ കഴിയുന്നത് പോലെ പുത്രനും ജീവൻ കൊടുക്കുന്നു. പിതാവ് ന്യായം വിധിക്കുന്ന പോലെ പുത്രനും ന്യായം വിധിക്കുന്നു. ജീസസ് ഈസ് co-equal to ഫാദർ. പിതാവിന് മഹത്വം കൊടുക്കുന്ന പോലെ പുത്രനും മഹത്വം കൊടുക്കണമെന്ന്. അപ്പോൾ ഗോസ്പൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം, ജീസസ് ഈസ് ഗോഡ്. യേശു ദൈവമാണ്. കാരണം ദൈവത്തിന് മാത്രമേ ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ വിഷയം. ഞാൻ അധിക സമയം അതിൽ ഇത് ചെയ്യുന്നില്ല. ദൈവവചനം പഠിക്കുന്നവരാണല്ലോ നിങ്ങൾ. 3-ന്റെ
14 വാക്യം നോക്കിക്കേ. ഒന്ന്, നാണയത്തിന്റെ ഒരു വശം എന്നതുപോലെ ദ പേഴ്സൺ ഓഫ് ജീസസ്, യേശു എന്ന വ്യക്തി. ഈ ആരാണ് യേശു? കേവലം സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവം അയച്ച ഉപദേഷ്ടാവല്ല. ദൈവം കൂടെ നിന്ന് അടയാളങ്ങൾ ചെയ്ത ഒരു അത്ഭുതകാരനല്ല. പ്രത്യുത സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, സ്വർഗത്തിൽ ഇരിക്കുന്ന, സ്വർഗത്തിൽ കയറിപ്പോയ സാക്ഷാൽ ദൈവമാണ് ജീസസ്. അതുകൊണ്ടാണ് ജീസസിന് എല്ലാവരെയും അറിയാം, എല്ലാ മനുഷ്യന്റെ ഉള്ളിലും എന്താണെന്നറിയാം. അതുകൊണ്ടാണ് നിക്കോദിമോസിന്റെ ശ്ലാഘിച്ച് കേട്ട വാക്കുകളൊക്കെ കേട്ടിട്ട് പ്രൈസ് ദി ലോർഡ് എന്നല്ല പറഞ്ഞത്, നീ വീണ്ടും ജനിക്കണമെന്നാണ് പറഞ്ഞത്. കാരണം എന്താ? ബിക്കോസ് ഈസ് വെരി ഗോഡ്. രണ്ടാമത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം വാക്യം. പ്രിയ ദൈവമക്കളെ ഒന്ന് ശ്രദ്ധിക്കണമേ. 14 വാക്യം, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ. നമുക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാമല്ലോ. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിലാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ പാപം ചെയ്തതിൻ്റെ പരിണിത ഫലമായി പാമ്പുകൾ വന്ന് അവരെ കടിച്ചു. വിഷപ്പാമ്പുകൾ വന്ന് അവരെ കുത്തി. ചിലർ മരിച്ചു. അങ്ങനെ നിലവിളിച്ച് മോശയുടെ അടുക്കൽ വന്നപ്പോൾ മോശയോട് ദൈവം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ? ഇവിടെ എഴുതിയിരിക്കുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ, പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ. എന്തിനാ ഉയർത്തിയത്? ഇത് കാണുന്നവന്റെ ഉള്ളിൽ നിന്ന് വിഷം പോകുന്നത് പോലെ ഇവിടെ മനുഷ്യപുത്രനെയും ഉയർത്തും. മനുഷ്യപുത്രനെയും ഉയർത്തും. എന്തിനാ മനുഷ്യപുത്രനെ ഉയർത്തുന്നത്? ഞാന് ഈ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. 3:36 യേശുവിൽ വിശ്വസിക്കാത്ത, യേശുവിനെ അനുസരിക്കാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ എന്തുണ്ട്? ദൈവത്തിന്റെ ക്രോധം. ദൈവത്തിന്റെ ക്രോധം എന്നിൽ എന്തിനാ ഉള്ളത്? എൻ്റെ പാപം കാരണം, എൻ്റെ അനുസരണക്കേട് കാരണമാ ദൈവത്തിന്റെ ക്രോധം. എന്നാ ഈ കർത്താവ് മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ക്രോധം, അല്ലെങ്കിൽ എൻ്റെ ക്രോധം തന്നിലേക്ക് പിതാവായ ദൈവം വെച്ച് എനിക്ക് നിത്യരക്ഷ, എനിക്ക് സൗജന്യമായ രക്ഷ നൽകി. This very God came as a substitute for me. എൻ്റെ പകരക്കാരനായി ഈ ഭൂമിയിലേക്ക് വന്നു. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം പറയാറുണ്ട്. യേശു 33.5 വയസ്സുള്ള ഒരു യൗവനക്കാരനായി സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വന്ന്, അപ്പം അവനെ ചിന്തിക്കുകയാണ്, ഇറങ്ങി വന്നിട്ട് ഉടനെ ക്രൂശിലോട്ട് ചെന്ന് മരിക്കുകയല്ല ചെയ്തത്. താൻ ഇവിടെ 33.5 കൊല്ലം ജീവിച്ചു. എന്തുകൊണ്ടാണ് കർത്താവ് 33.5 കൊല്ലം ജീവിച്ചെന്നറിയാമോ? താൻ ജീവിച്ച് നീതിയോടെ നടന്നു, ഒരു പാപം പോലും ചെയ്യാതെ. പരിശുദ്ധനായി താൻ 33.5 കൊല്ലം ജീവിച്ച് ഒരു വചനം പോലും ലംഘിക്കാതെ ദൈവസന്നിധിയിൽ പ്രസാദമുള്ളവനായി ജീവിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത ഈ പുത്രന്റെ നീതി സൗജന്യമായി എനിക്ക് നൽകി. എൻ്റെ മേലിലുള്ള ദൈവത്തിൻ്റെ ക്രോധം യേശുവിൻ്റെ മേലിലേക്ക് പകർന്നു. എന്തോ ട്രാൻസാക്ഷനായ നടന്ന ക്രൂശിൽ. ആ 33.5 കൊല്ലം ജീസസിന്റെ ലൈഫ് ഒരു പാപം പോലും ചെയ്യാത്ത, ഒരു നിയമം പോലും ലംഘിക്കാത്ത ജീസസിന്റെ ഈ നീതി എനിക്കൊരിക്കലും ചിന്തിക്കാനും പോലും പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. അത് എനിക്ക് സൗജന്യമായി നൽകിയെന്ന്. സ്തോത്രം. അതെനിക്ക് സൗജന്യമായി നൽകി. അപ്പം ഞാൻ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ എനിക്ക് ആ നീതി സൗജന്യമായി കൃപയാൽ മാത്രം ലഭിക്കുക മാത്രമല്ല, എൻ്റെ മേലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ ക്രോധമുണ്ടല്ലോ, ആ ക്രോധം യേശു ആ ക്രൂശിൽ വഹിക്കുവാനിടയായി തീർന്നു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് 3:16 പറയുന്നത്, For God so loved the world. എങ്ങനെയാ ദൈവം സ്നേഹിച്ചതറിയാമോ? തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പകരക്കാരനായി ക്രൂശിൽ കൊടുത്തു. നമ്മൾ പഴയ പാട്ട് പാടാറില്ലേ? ദൈവകോപത്തിൽ
തീയിൽ വെന്തെരിഞ്ഞവനായി. സ്തോത്രം. ദൈവത്തിന്റെ കോപത്തിൽ വെന്തെരിഞ്ഞു. ദൈവത്തിന്റെ കോപത്തിൽ താൻ ക്രൂശിൽ മരിച്ചു. ആ കർത്താവിന്റെ നീതി എനിക്ക് സൗജന്യമായി. വാട്ട് എ ഗ്രേറ്റ് ട്രാൻസാക്ഷൻ, വാട്ട് എ ഗ്രേറ്റ് ട്രാൻസാക്ഷൻ ഹാപ്പൻഡ് ഓൺ ദാറ്റ് ക്രോസ്. ഇത് പെന്തക്കോസ്ത് ദൈവസഭയിൽ ഒന്ന് പ്രസംഗിക്കപ്പെടണം. സ്തോത്രം. എൻ്റെ നീതി ഒരു ത്രാസിൽ അങ്ങോട്ട് തൂക്കിയാലേ, എൻ്റെ നീതി ഒരു ത്രാസിൽ അങ്ങോട്ട് തൂക്കിയിട്ട് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്, ദൈവത്തിൻ്റെ നീതി ഇപ്പുറത്തെ ത്രാസിലേക്ക് വെച്ചാലേ ഭാരം കൂടുതൽ എപ്പോഴും എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ? ലോകത്തിലെ ഏത് നല്ല മനുഷ്യനെ എടുത്താലും ഒരിക്കലും ഇങ്ങനെ വരത്തില്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നീതി, അത് ദൈവത്തിൻ്റെ നീതിയോട് സമമായിരിക്കുന്ന ആ നീതി എനിക്ക് സൗജന്യമായി നൽകി എന്നെ നീതീകരിച്ചു എന്നുള്ളതല്ലേ സുവിശേഷം, ഗുഡ് ന്യൂസ്. ഇത് കേൾക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു ക്രിയയാണ് വീണ്ടും ജനനം. അവനെ പുതിയ സൃഷ്ടിയാക്കുക. He becomes a new creation before God. നമ്മുടെ ദൈവസഭകളിൽ യഥാർത്ഥമായ സുവിശേഷം, പഥ്യമായിരിക്കുന്ന സുവിശേഷം പ്രസംഗിക്കപ്പെടട്ടെ. രക്ഷയ്ക്ക് ബദലായി സ്നാനം വെക്കരുത് പ്രിയരെ. രക്ഷയ്ക്ക് ബദലായി PIPക്ക് CAക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫസ്റ്റ് അടിച്ചത് വെക്കല് പ്രിയരെ. ബൈബിളിൻ്റെ ജ്ഞാനം വെക്കല് പ്രിയരെ. ഞാൻ നല്ലവനാണെന്ന് വെക്കല് പ്രിയരെ. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിന് മുമ്പാകൽ ഞാൻ ഒരിക്കലും നീതിമാനല്ല, എന്നാൽ നീതിമാനായ ക്രിസ്തു എനിക്ക് പകരക്കാരനായി മരിച്ചു എന്ന് വിശ്വസിക്കുകയും ആ യേശു ദൈവമാണ് എന്ന് ഹൃദയം കൊണ്ട് പൂർണ്ണമായി ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ ഒരു വീണ്ടും ജന്മ അനുഭവം ഉണ്ടാകുന്നത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവദാസന്മാരെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മളെ തന്നെ ഒന്ന്